ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റേതായൊരു സ്റ്റൈൽ ഓഫ് ഉപ്പുമാവാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പാൻ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് ഉണക്കമുളക് ഒരു 2-3 ഉണക്കമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി അതിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. കറിവേപ്പില ആഡ് ചെയ്ത് കറിവേപ്പില ഒന്ന് ചെറുതായി ചൂടാതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായ മുളക്, ഞാനിവിടെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പച്ചമുളകും സവാളയും ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഭയങ്കരമായ നിറം മാറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വഴറ്റിയെടുക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ ലാസ്റ്റ് ഉപ്പ് ചെക്ക് ചെയ്യും, പക്ഷേ ഇപ്പോൾ ഗ്രേവിക്ക് മൊത്തത്തിൽ ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പിട്ട് നന്നായി വഴറ്റുക. ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് റവയാണ് എടുത്തേക്കുന്നത്. മാറിപ്പോയി. 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിക്കണേ. നമ്മൾ ജസ്റ്റ് ആ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് 1.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പിന്നെ എരിവൊക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ചില ആൾക്കാർ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ പാകത്തിന് ഉപ്പൊക്കെ നോക്കി ചെക്ക് ചെയ്തു. കുറവാണെന്ന് തോന്നുമ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇത് നന്നായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് തരി ആഡ് ചെയ്യാണ് പോകുന്നത്. ശ്രദ്ധിക്കണം, റോസ്റ്റഡ് റവയാണെങ്കിൽ അത് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. വറക്കാത്ത റവയാണെങ്കിൽ അതൊന്ന് പാനിലിട്ട് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ചൂടാക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ നിന്ന് റവ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഫുള്ളായി ഒരുമിച്ചിടാൻ പാടില്ല, കുറച്ചായി ഇതിനെ ടൈറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ റവ ആഡ് ചെയ്ത് അത് മൊത്തത്തിലൊന്ന് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് തിളച്ച വെള്ളം, ഇതാണ് കണക്ക്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി റവ നന്നായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. റവ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഇച്ചിരി കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഉപ്പുമാവ് ഇഷ്ടമായോ എന്നൊക്കെ പറയണം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ അടിപൊളിയാണെന്നേ പറയൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് പറയണേ.